പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബേക്കിംഗ് ഒക്കെ ഉച്ചയോട് കൂടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. രാവിലെ നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ഇപ്പോൾ ബേക്ക് ആക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. രാവിലെ നമ്മൾ ഇതേപോലെ കുറച്ച് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ സ്പഞ്ചൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ അമ്മാമ്മ മരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഓർഡേഴ്സ് എടുക്കാനോ അതുപോലെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ്റ് വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബാപ്റ്റിസം കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് എഡിബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കളേഴ്സിൽ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴും അതുപോലെ ഫോണ്ടൻറ്റിൻ്റെ ഏത് ടോപ്പേഴ്സ് ചെയ്യുമ്പോഴാണെങ്കിലും CMC പൗഡറും അതുപോലെ കോൺഫ്ലവറും ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അത് ഏത് ടോപ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോണ്ടൻറ്റ് കട്ടേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കോൺഫ്ലവറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ടൂൾ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓവറായിട്ട് തിക്കായിട്ടിരുന്നാലും നമ്മളുടെ ഫോണ്ടൻറ്റ് താഴേക്ക് ഇങ്ങനെ ഊർന്ന് പറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് തിക്കാക്കാതെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എൻഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ വർക്കുകളെല്ലാം ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാനിരുന്നത് ഇതിന് കുറച്ചധികം സമയം വേണം. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർഡേഴ്സ് ഒന്നും പ്ലേസ് ചെയ്യാതെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാലാണ് നമുക്ക് കുറച്ച് നല്ല ഭംഗിയിൽ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ബാപ്റ്റിസം കേക്കിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലേവർ വാഞ്ചോ കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ബീജ് കളർ പോലെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടോ. ഫുള്ളൊരു വൈറ്റ് ആയിരുന്നില്ല, ഒരു ചെറിയൊരു ബീജ് കളർ വന്നിട്ട് അതിൽ പിങ്ക് ഫ്ലവേഴ്സ് വെക്കാനാണ് നമുക്ക് കസ്റ്റമർ തന്ന റെഫറൻസ്. പിന്നെ ഓൾറെഡി നമുക്ക് ബീജ് കളർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാൻ പൊടിക്ക് യെല്ലോ കളറും ഒരിത്തിരി ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കളറാക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കസ്റ്റമർക്ക് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കും കൂടി വേണമായിരുന്നു. അപ്പോൾ അവരുടെ കസിൻ്റെ ആരെയോ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിനും അവർ ഓൾറെഡി ഫോണ്ടൻറ്റ് വർക്ക് വെച്ചിട്ടുള്ള കേക്കാണ് തന്നത്. അതിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു 1 kg ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ. ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള കേക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതൊരു 1 kg ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് വന്ന ഓർഡർ ആയിരുന്നു. പക്ഷേ അവളുടെ കയ്യിൽ ക്രീമും കുറച്ച് ഐറ്റംസൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവൾ ഓർഡർ എന്നെ ഏൽപ്പിച്ചു. ഇനി ചില വീഡിയോസിന് താഴെ 1-2 കമൻസുകളൊക്കെ കണ്ടായിരുന്നു, ഏത് കൊക്കോ പൗഡറാണ് ചേച്ചി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പാരി എന്ന് പറയുന്നത് പിന്നെ ബ്ലോസത്തിൻ്റെയും കൊക്കോ പൗഡേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ബ്രാൻഡാണ് മാറി മാറി യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു കേക്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാപ്റ്റിസം കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക്. അതിനും ഞാനൊരു ലൈറ്റ് കളറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫുൾ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫോണ്ടൻറ്റ് കട്ടേഴ്സൊക്കെ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പൊക്കെ ചെയ്തു കേക്കൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു ബാപ്റ്റിസം കേക്കിൽ ഇതുപോലെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ആവാനായിട്ട് വെച്ച് നമ്മളുടെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുരിശിൻ്റെ 2 സൈഡിലായിട്ട് മാത്രമാണ് കേട്ടോ ഫ്ലവേഴ്സ് ഉള്ളത്. ബാക്ക് സൈഡിലേക്കൊന്നും നമ്മൾ ഫ്ലവേഴ്സ് വെക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ റേറ്റ് പിന്നെ വ്യത്യാസം വരും. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഗോൾഡൻ ലീവ്സും കൂടി ഇതേപോലെ ചെറിയ ചെറിയ രീതിയിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ മേളിലത്തെ ടോപ്പർ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പറാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെലിവറിക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു റോഡിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ടോൾ കേക്കായിട്ടൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. പ്രത്യേകിച്ച് 2 ടയർ കേക്ക് ചെയ്യുമ്പോഴാട്ടോ. അത്യാവശ്യം നല്ല കുഴിയൊക്കെ ആയിട്ട് റോഡെല്ലാം നല്ല വൃത്തികേടാണ്. അതുകൊണ്ട് കാറിനൊക്കെ പോകുമ്പോഴാണെങ്കിലും 2 വീലറിന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ കേക്ക് കൊണ്ടുപോകാനായിട്ട്. വെഡ്ഡിങ് കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ലൊക്കേഷനിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 11:45 കാരണം 12 മണിക്കാണ് അവർ ഹോളിലേക്ക് എത്തുക. അപ്പോൾ ഒരു 11:45 ആകുമ്പോഴേക്കും കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ആ ഒരു ടൈമിലാണ് ചെന്നത്. ഈ ഒരു കേക്കിൻ്റെ കൂടെ നമ്മൾക്ക് 2 കേക്ക് വെക്കാനായിട്ടുള്ള കേക്ക് സ്റ്റാൻഡ്, കപ്പ് കേക്ക് സ്റ്റാൻഡ്, അതുപോലെ ഏഞ്ചൽസ്, ഇത്രയും കാര്യങ്ങളും കൂടി പ്രൊവൈഡ് ചെയ്യാനുണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമൈസ്ഡ് ടോപ്പർ ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ കേക്കിലേക്ക് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഈ സ്റ്റാൻഡുകളുടെ റേറ്റ് എല്ലാം സെപ്പറേറ്റ് നമ്മൾ ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കപ്പ് കേക്ക് സ്റ്റാൻഡെല്ലാം നമ്മൾ റെൻറ്റിന് പുറത്തുനിന്ന് എടുക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിച്ച കേക്ക് സ്റ്റാൻഡ് ആണെങ്കിൽ നമ്മൾ റെൻറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ചാർജ് അത് നമ്മൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് വേറെ സെപ്പറേറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കേക്ക് നമ്മൾ ഈ ഒരു ബാപ്റ്റിസം കേക്കിൻ്റെ കൂടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ കേക്കൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളപ്പം തന്നെ പോകുന്നായിരുന്നു. ടോട്ടൽ നമുക്ക് ഈ ഒരു വർക്കിന് 3800 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അടുത്ത കേക്കുകളുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് കേക്കൊക്കെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നേരത്തെ പോയത്. ഇതൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അത് കസ്റ്റമർക്ക് ഒരു കാർട്ടൂൻ്റെ തീമിൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ മോഡലും ഡിസൈനൊക്കെ അവർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡബിൾ ഷെയ്ഡായിട്ട് ബ്ലൂവും വൈറ്റും കൊടുത്തിട്ട് പിന്നെ താഴെ നമ്മൾ ആ ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ വരുന്ന നോസിൽ വെച്ചിട്ട് ഡിസൈനൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് ഇതിൻ്റെ മേലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടോ. എപ്പോഴും ഞാൻ കേക്ക് ഷോപ്പിൽ നിന്നാണ് കേട്ടോ പ്രിൻ്റ് എടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ചെറുതായിട്ട് നമുക്ക് പണി പാളി. പ്രിൻ്ററിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നത് കാരണം വേറൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്ഥിരമായിട്ട് എടുക്കുന്ന സ്ഥലം അല്ലാതെ വേറൊരു സ്ഥലവും കൂടി നമ്മൾ കണ്ടു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. കാരണം എപ്പോഴെങ്കിലുമൊക്കെ മെഷീൻസ് അല്ലേ, പണിയൊക്കെ വരാം. അപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ട ഓർഡേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഒരു സ്ഥലവും കൂടി കണ്ടു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. പേരൊക്കെ നമ്മൾ ഫോണ്ടൻറ്റിലാണ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു കേക്ക് എൻ്റെ കസിൻ തന്ന ഓർഡറായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ അനിയത്തിയുടെ മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാനും അതുപോലെ വിളിച്ചവർക്ക് വേണ്ടിയിട്ട് പീസാക്കി കൊടുക്കാനായിട്ടും ഈ ഒരു റെഡ് വെൽവെറ്റ് ഫ്ലേവർ തന്നെ മതി എന്ന് പറഞ്ഞു. ഒരുപാട് പേരുടെ ഫംഗ്ഷനൊന്നുമല്ല, കുറച്ച് പേരുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കട്ട് ചെയ്യാനുള്ള കേക്കും നമ്മൾ റെഡ് വെൽവെറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇത് ഞാൻ 1 kg ബാറ്റർ 10 ഇഞ്ചിന് ടിന്നിലാണ് ബേക്ക് ചെയ്തത്. എന്നിട്ട് 2 ലെയറായിട്ടാണ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് പീസ് അധികം കിട്ടും. പീസ് കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് പരത്തി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പീസ് കിട്ടും. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഡെക്കറേഷൻസും ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് പീസസ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് നൈഫ് നന്നായിട്ട് തുടച്ചെടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്യുമ്പോൾ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ഇതെല്ലാം അതിൻ്റെ മേളിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചെറിയൊരു നോസിൽ ഡിസൈനും കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ പീസസ് ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രംസ് ഇട്ടേക്കണത് കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു നോസിൽ ഡിസൈനും കൂടി കൊടുത്തിട്ട് കേക്ക് ഫുള്ള് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിഹക്കുട്ടിക്ക് മുറിക്കാനുള്ള കേക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് ഫ്ലേവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ഇതേപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ് തന്നിട്ടുണ്ടായത്. ഈ ഒരു ഡിസൈൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. മിക്ക വീഡിയോസും കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഓർഡർ വരുമ്പോൾ ചെയ്യാമെന്ന്. പക്ഷേ ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പോഴൊരു ചാൻസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർക്കുകളുള്ള ഡിസൈനിലുള്ള കേക്കുകളൊക്കെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഉള്ളപ്പോൾ വരുമ്പോൾ നല്ല ടെൻഷനായിരിക്കും. കാരണം അത് നമ്മൾ വിചാരിച്ചത്ര ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ എനിക്കിതും ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായി. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഇത് ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്കാണ് കേട്ടോ. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന കേക്കായിരുന്നു. 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഫൈനൽ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സെയിം ക്രീം യൂസ് ചെയ്തിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടുള്ളൊരു നോർമൽ ഡിസൈനാണ് കേട്ടോ കൊടുത്തത്. പിന്നെ മേലിൽ കുറച്ച് ബൂസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടോ. പിന്നെ ഒരു വെഡ്ഡിങ് കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കേക്ക് ഓർഡേഴ്സ്. നിങ്ങൾക്ക് ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.